ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 10 രീതിയിൽ നമുക്ക് വൈറ്റമിൻ ഇ ഗുളിക നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അറിയാലോ, നിറയെ ആൻറ്റി ഓക്സിഡൻസും നിറയെ ഗുണങ്ങളുള്ള ഐറ്റമാണ് വൈറ്റമിൻ ഇ. അപ്പം ആദ്യത്തെ യൂസേജ് ഞാൻ പറയാൻ പോകുന്നത് മുടിക്കാണ്. ഹെയർ ഓയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തലയൊട്ടിയിലും മുടിയിലും നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം തല വാഷ് ചെയ്തിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഓക്കെ. സെക്കൻഡ്, നമുക്ക് ഹെയർ സിറമായിട്ടും യൂസ് ചെയ്യാം. നല്ല ഫ്രിസി ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഒരു ക്യാപ്സ്യൂൾ ഇതേപോലെ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് സാധാരണ പോലെ നമ്മൾ എങ്ങനെയാണോ ഹെയർ സിറം യൂസ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അടുത്തത് നമുക്ക് ബോഡി ലോഷനിൽ യൂസ് ചെയ്യാം. അപ്പം ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ബോഡി ലോഷൻ എടുക്കാം. ഞാനിപ്പോൾ പോൺസിൻ്റെയാണ് ബോഡി ലോഷൻ എടുത്തിരിക്കുന്നത്. കയ്യിലോ കാലിലോ ഒക്കെ നമുക്ക് തേക്കാം കേട്ടോ. അതിലേക്ക് 1 ക്യാപ്സ്യൂൾ ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കയ്യിലൊന്ന് ചൂടാക്കിയിട്ട് ബോഡിയിൽ തേച്ച് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ കയ്യിലോ കാലിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ. മുഖത്ത് വേണ്ട, വൈറ്റമിൻ ഇ ഡയറക്റ്റായിട്ട് മുഖത്ത് തേക്കേണ്ട, കാരണം ഓയിലാണ്. കയ്യിലോ കാലിലോ നിങ്ങൾക്ക് തേക്കാം. ഇനി അടുത്തത് ഞാനൊരു ഫേസ് സ്ക്രബ്, വൈറ്റമിൻ ഇയുടെ ഒരു ഫേസ് സ്ക്രബ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ റോസ് വാട്ടർ. അപ്പം അരിപ്പൊടി ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്, ഡെഡ് സ്കിന്ന് പോവും. അതേപോലെ റോസ് വാട്ടർ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യും. 1 ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖത്ത് ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. മുഖത്ത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് കഴുകിയെടുക്കുക. അപ്പം അടുത്തത് ഒരു ഫേസ് പാക്ക്. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തൈരും നല്ല ഒരു ഗ്ലോ തരാനും ഡാർക്ക് സ്പോട്ട്സ് പോകാനും ഒക്കെ നല്ലതാണ്. അതേമാതിരി 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മുഖത്തേക്ക് തേക്കുക. ഒരു 10 മിനിറ്റ് വെക്കണം. നല്ലൊരു ഫേസ് പാക്കാണ്. മുഖത്ത് ആക്നെയും റിങ്കിൾസൊക്കെ വരുന്ന ഈ ഒരു സമയമാണെങ്കിൽ ഒരു പെർഫെക്റ്റാണ് ഇത് തേക്കുന്നത്. ഈ പാക്ക് ആഴ്ചയിലൊരിക്കൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക 10 മിനിറ്റിന് ശേഷം. നമുക്കൊരു ലിപ്പ് മാസ്ക് കൂടെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് വൈറ്റമിൻ സി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചുണ്ടിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം കഴുകി കളയാം. നിങ്ങൾക്ക് ചുണ്ടിന് നല്ല കളർ വരാനും സോഫ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രിയും ഇത് തേച്ച് കിടക്കാം. പക്ഷെ ഉറുമ്പ് കഴിക്കാതെ നോക്കണം കേട്ടോ. ഓക്കെ. നമുക്കൊരു ടോണർ ഉണ്ടാക്കാം വൈറ്റമിൻ ഇയുടെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇല വൈറ്റമിൻ ഇ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഒരു 2-3 ഡ്രോപ്പ്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. പഞ്ഞി കൊണ്ട് മുക്കിയിട്ട് മുഖം നന്നായിട്ട് തുടച്ചെടുക്കാം. എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ വെറും വെള്ളം കൊണ്ട് മുഖം കഴുകാം കേട്ടോ. കഴിഞ്ഞിട്ട് തുടച്ചെടുത്ത ശേഷം മുഖം നല്ല ക്ലീൻ ആവും. ഓക്കെ. ഇനി നമുക്ക് വിണ്ട് കീറിയ കാലുകൾക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഒരു ബൗളിലേക്ക് ഒരു 2-3 തുള്ളി വൈറ്റമിൻ ഇ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിണ്ട് കീറിയ കാലുകൾക്ക് വളരെ നല്ലതാണ് ഇത് 3ഉം. അറിയാലോ, രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ബെഡ്ഷീറ്റിൽ എങ്ങാനും ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സോക്സ് ഇട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ കാൽപാദത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്കിത് കാലിലും ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. വളരെ നല്ലതാണ്. കാല് നല്ല സോഫ്റ്റ് ആവും, പ്രത്യേകിച്ച് വിണ്ട് കീറിയ കാലുകൾക്ക്. ഇനി അടുത്തത് നമുക്കൊരു അണ്ടർ ഐ ക്രീമായിട്ട് യൂസ് ചെയ്യാം. കൺപീലി, കൺപുരുകം വളരാനും ഒക്കെ യൂസ് ചെയ്യാം. ഇത് ഈ ഒരു ജെല്ല് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി, കുറേ ദിവസം ഇരിക്കും. ഒരു ടീസ്പൂണോളം ഞാൻ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ഡ്രോപ്പ് വൈറ്റമിൻ ഇ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
എന്നിട്ട് അണ്ടർ ഐ ക്രീമായിട്ട് കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേമാതിരി ഒരു ബഡ്സ് എടുത്തിട്ട് കൺപീലിയിലും പുരുകത്തും ഒക്കെ തേച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ കൺപീലി വളരാനും പുരുകം വളരാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് അവസാനത്തെ ഇത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എല്ലാവർക്കും അറിയുന്ന മാതിരി കഴിക്കാം നമുക്ക്. ഇതിന് മാത്രമല്ല, പുറമേ മാത്രമല്ല, ഉള്ളിലേക്കും വളരെ നല്ലതാണ്. രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.